യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു. സെലൻസ്കി സ്വേച്ഛാധിപതി എന്ന പ്രസിഡന്റ് ട്രംപ്, റഷ്യ നിർമ്മിക്കുന്ന തെറ്റായ വിവരങ്ങളാണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനെ ഒഴിവാക്കി അമേരിക്കയും റഷ്യയും തമ്മിൽ സൗദിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക യുക്രൈൻ ബന്ധം കൂടുതൽ വഷളാകുന്നു. യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈനാണെന്നും പ്രസിഡന്റ് സെലൻസ്കിക്ക് 4% യുക്രൈനുകളുടെ പിന്തുണ മാത്രമേയുള്ളൂവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യ നിർമ്മിക്കുന്ന വ്യാജ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിച്ചു. യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സെലൻസ്കി തയ്യാറാകുന്നില്ലെന്നും സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നും ട്രംപ്. യുക്രൈന്റെ നാറ്റോ പ്രവേശനം അംഗീകരിക്കില്ലെന്നും യുദ്ധാനന്തരം യുക്രൈനിൽ നാറ്റോ സൈന്യത്തെ അനുവദിക്കില്ലെന്നും സൗദി ഉച്ചകോടിയിൽ റഷ്യ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ. യുദ്ധാനന്തരം യുക്രൈന് സുരക്ഷിതത്വം ഒരുക്കുന്നതിനായി അമേരിക്ക മുന്നോട്ടുവെച്ച കരാർ സെലൻസ്കി തള്ളിക്കളഞ്ഞത് ട്രംപിനെ പ്രകോപിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സെലൻസ്കിക്ക് കൈമാറിയ കരട് കരാറിൽ യുക്രൈന്റെ ലിഥിയവും ടൈറ്റാനിയവും അടക്കമുള്ള അപൂർവമായ ധാതുസമ്പത്തിന്റെ 50% ഒരു നിശ്ചിത കാലയളവിലേക്ക് അമേരിക്കയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സെലൻസ്കി ആവശ്യപ്പെട്ട സുരക്ഷാ ഗ്യാരണ്ടിയെപ്പറ്റി പരാമർശമുണ്ടായിരുന്നില്ല. യുക്രൈന്റെ സംരക്ഷണമാണ് തന്റെ ചുമതലയെന്നും വിൽപ്പനയല്ലെന്നും സെലൻസ്കി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈൻ വിഷയത്തിലെ പ്രത്യേക പ്രതിനിധി കെയ്ത്ത് കെല്ലോഗ് ചർച്ചകൾക്കായി യുക്രൈനിലെത്തി. യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള രണ്ടാമത്തെ യോഗം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചേരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.